മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അലീനയും സ്റ്റാൻലിയും നായ്ക്കൂടിൻ്റെ അടുത്ത് നിന്ന് നായ്ക്കളെ കൊഞ്ചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാറിൻ്റെ ഹോണിൻ്റെ ശബ്ദം കേട്ടത്. പപ്പ, ഇങ്ങോട്ടേക്കാരോ വരുന്നുണ്ടല്ലോ. ഏയ്, ഇങ്ങോട്ടൊന്നും ആയിരിക്കില്ല, അപ്പുറത്തും റോഡുണ്ടല്ലോ. അല്ല പപ്പ, ഈ കാർ ഇങ്ങോട്ടേക്ക് തന്നെയാണ്. അലീന പറഞ്ഞു നിർത്തിയതും കാറ് വന്ന് മുറ്റത്ത് നിന്നു. പൂന്തോട്ടത്തിനടുത്ത് കാറ് നിർത്തിയതും ദൈവമേ, ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് അതിശയത്തോടെ പറഞ്ഞുകൊണ്ട് അലീന കാറിനടുത്തേക്ക് ഓടിപ്പോയി. കാറിൻ്റെ ഡോറ് തുറന്ന് ഒരു പെൺകുട്ടി ഇറങ്ങുന്നതും അലീന ചേച്ചിയെ നാർത്ത് വിളിച്ചുകൊണ്ട് അലീനയുടെ നേർക്ക് പാഞ്ഞു വന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതുമെല്ലാം സ്റ്റാൻലി അത്ഭുതത്തോടെ നായ്ക്കൂടിനരികെ തന്നെ നിന്നുകൊണ്ട് നോക്കിക്കണ്ടു. അല്പം കഷണ്ടിയുള്ള ഒരു മധ്യവയസ്കനും ഒരു മധ്യവയസ്കയും കൂടി കാറിൽ നിന്ന് ഇറങ്ങുന്നതും അലീനയുടെ അടുത്തേക്ക് വരുന്നതും സ്റ്റാൻലി നോക്കി കാണുകയാണ് കേട്ടോ. മധ്യവയസ്കൻ അലീനയ്ക്ക് ഷേക്ക് ഹാൻഡ് നൽകുന്നു. സ്ത്രീകളുടെ തോളത്ത് കൈവച്ച് കുശലം പറയുന്നു. സ്റ്റാൻലിക്ക് അതിശയമായി. ഇവരൊക്കെ ആരായിരിക്കും? എവിടുന്നായിരിക്കും വന്നത്? പാലായിൽ നിന്നും ബാലചന്ദ്രൻ്റെ ആരെങ്കിലും ആകുമോ എന്നിങ്ങനെ സംശയത്തോടെ നിൽക്കുമ്പോൾ സ്റ്റാൻലിയുടെ അടുത്ത് നിന്ന് നായ്ക്കളും കുരയ്ക്കുവാൻ തുടങ്ങി. സ്റ്റാൻലി അവരെ ആംഗ്യം കാണിച്ച് അവരുടെ കുര നിർത്തിവെച്ചു. അലീന അതിഥികളെയും കൂട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് വന്നു. പപ്പ, ഇതാരാണെന്നറിയോ? ഇതാണ് എൻ്റെ രേവതിക്കുട്ടി. രേവതിക്കുട്ടി, ഇതാണ് എൻ്റെ പപ്പ. രേവതിക്കുട്ടി സ്റ്റാൻലിയെ തന്നെ നോക്കി നിന്നു. അവളുടെ ചേച്ചിയുടെ പപ്പയെ ആദ്യമായിട്ട് കാണുകയാണ്. അലീന വർണ്ണിച്ച് കേൾപ്പിച്ചപ്പോഴൊക്കെ മനസ്സിൽ രൂപപ്പെട്ട കേണൻ്റെ ചിത്രവുമായി വലിയ വ്യത്യാസമൊന്നുമില്ല. പപ്പ, ഇത് മാമച്ചനങ്ങളും ഗ്രേസി ആൻറ്റിയും എറണാകുളത്ത് നിന്ന് വരികയാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ? സ്റ്റാൻലി സംശയത്തോടെ അവരെ നോക്കി. ഷെറിനെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കളാണോ ഇവർ? ഇവരുടെ മകനാണോ ആക്സിഡൻറ്റിൽ മരിച്ചു പോയത്? പപ്പ എന്തൊന്നും മിണ്ടാത്തത്? അലീന ചോദിച്ചു. ഓ സോറി. സ്റ്റാൻലി മാമച്ചാൻ്റെ നേർക്ക് കൈനീട്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അങ്കിളിനെയും ആൻറ്റിയും പപ്പയ്ക്ക് മനസ്സിലായോ? ജിജോമോൻ്റെ പപ്പയും മമ്മിയുമായി ഇവർ. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? റാണി ആൻറ്റിയുമായി ഇഷ്ടത്തിലായിരുന്ന? മനസ്സിലായി. നീ ഇവരുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. സ്റ്റാൻലി രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. രേവതിക്കുട്ടിയും സ്റ്റാൻലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അലീന ചേച്ചിയുടെ പപ്പ ഇത്ര വലിയ ആളായിരുന്നു. എന്തൊരു നല്ല പ്രൗഢിയുള്ള ആളാണ്, എന്തു വലിയ തറവാട്ടിലെ ആളാണ്. എന്നിട്ടാണ് ഇത്രയും വർഷം ചേച്ചിക്ക് അനാഥാലത്ത് ജീവിക്കേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റാൻലി ചോദിച്ചു, ഇതാരാ? മനസ്സിലായില്ലല്ലോ. ഇത് രേവതിക്കുട്ടി, എൻ്റെ അനുജത്തി. അലീന അവളുടെ തോളത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സ്റ്റാൻലിക്ക് അത് ശരിക്കും മനസ്സിലായില്ല. ഇവരുടെ മകളാണോ? മകളെപ്പോലെ തന്നെ ഗ്രേസമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓർഫനേജ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പപ്പ. എന്നാൽ ഇപ്പോൾ ഇവൾ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടെ താമസം. ഞാൻ പപ്പയുടെ അടുത്ത് നിൽക്കണ പോലെ. ഇവരുടെ ബന്ധുവാണോ ഈ കുട്ടി? സ്റ്റാൻലി അലീനയോട് ചോദിച്ചു. രക്തബന്ധമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നുമില്ലെന്നേ, മാമച്ചൻ പറഞ്ഞു. പപ്പ, ഞാനാണ് ഇവളെ അങ്കിളിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുത്തത്, വീട്ടുജോലിക്കാരിയായിട്ട്. സ്റ്റാൻലി വീണ്ടും രേവതിക്കുട്ടിയെ നോക്കി. വീട്ടുജോലിക്കാരിയല്ല മുൻപിൽ നിൽക്കുന്നത്. വിലപിടിച്ച ചുരിദാറാണ്. കഴുത്തിലും കാതിലും കയ്യിലും ആഭരണങ്ങളുമുണ്ട്. കുബേരകുമാരിയാണെന്നേ കണ്ടാൽ തോന്നും. ഇവർ ഇന്ന് വരുമെന്ന് നിനക്കറിയാമായിരുന്നു അലീന? സ്റ്റാൻലി അലീനെ നോക്കി ചോദിച്ചു. ഇന്ന് വരുമെന്നറിയില്ലായിരുന്നു, പക്ഷേ ഒരു ദിവസം ഓർക്കാപ്പുറത്ത് വന്ന് എന്നെ ഞെട്ടിക്കുമെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്രസ്സൊക്കെ ഇവർക്ക് അറിയാമായിരുന്നോ? അഡ്രസ്സ് ഞാൻ അന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ടായിരുന്നു. എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അലീനയെ കാണുവാൻ വേണ്ടി മാത്രം എറണാകുളത്ത് നിന്നും ഇവിടെ വരെ വന്നതാണോ, അതോ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ കയറിയതാണോ? അല്ല സ്റ്റാൻലി, ഞങ്ങൾ അലീനയെ കാണുവാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് ബന്ധുക്കാരോ പരിചയക്കാരോ ആരുമില്ല. നിനക്കിവരെ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു അലീന? സ്റ്റാൻലി അലീനയുടെ നേർക്ക് സൂക്ഷിച്ചു നോക്കി. മാമച്ചൻ മറുപടി എന്ന പോലെ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, രേവതിക്കുട്ടി ഞങ്ങൾക്ക് എത്തിച്ചു തന്നത് അലീനയാണ്. ഇന്നിപ്പോൾ രേവതിക്കുട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടുവേലക്കാരി മാത്രമല്ല, ഇവൾ ഞങ്ങളുടെ നഴ്സാണ്, പ്രൈവറ്റ് സെക്രട്ടറിയാണ്, പേഴ്സണൽ മാനേജറാണ്, ഞങ്ങളുടെ പെറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഇവളാണ് ഞങ്ങളുടെ സർവസ്വം. ഇവളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് അലീനയെയും ഭയങ്കര ഇഷ്ടമാണ്. അലീന പാലായിൽ താമസിക്കുമ്പോൾ അലീനയെ കാണുവാൻ വേണ്ടി ഞങ്ങൾ പാലായിൽ പോകുമായിരുന്നു. അവൾ പലവട്ടം പാലാരിവട്ടത്തുള്ള ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു. 2-3 ദിവസം താമസിച്ചിട്ട് അലീന തിരിച്ചു പോവാറുള്ളൂ. ശരി അലീന, ഇവരെ ഇങ്ങനെ പുറത്തു നിർത്താതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഞാൻ വന്നേക്കാം. അലീന അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു. അപ്പോൾ ഗ്രേസമ്മ ചോദിച്ചു, ഷെറിനില്ലേ മോളെ ഇവിടെ? ഉണ്ട് ആൻറ്റി, അകത്തുണ്ട്. അങ്ങനെ പുറത്തിറക്കാറില്ല. ഷെറിനെ കാണുവാൻ വേണ്ടി എനിക്ക് ധൃതിയാവുന്നു മോളെ. അതിനുവേണ്ടി ഞാൻ ഇത്രയും ദൂരം വന്നത്. അപ്പോൾ ഷെറിൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണല്ലേ? എന്നെ കാണാനല്ല, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ്. രേവതിക്കുട്ടി ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ ചേച്ചി, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അലീന ചേച്ചി ഷെറിൻ ചേച്ചിനെയും കൂട്ടി കുളത്തൂപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ തുടങ്ങിയതാ ഗ്രേസ് ആൻറ്റി, നമ്മൾക്ക് കുളത്തൂപ്പുഴയ്ക്ക് പോവാമെന്ന്.
അത് മോളെ ഷെറിനെ കാണുക മാത്രമല്ല, നിന്നെയും കാണണം. നിന്നെ കാണണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. 22 വർഷം അനാഥാലയത്തിൽ ജീവിച്ച മോൾക്ക് സ്വന്തം പപ്പയെ തിരിച്ചു കിട്ടിയില്ലേ? അപ്പോൾ ആ സന്തോഷം ഗ്രേസ് ആൻറ്റിക്ക് കാണണ്ടേ? അതുകൊണ്ടും കൂടിയാണ് വന്നേ. എനിക്ക് മോളുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി മോൾ ഇവിടെ ഹാപ്പിയാണെന്ന്. എന്തായാലും സ്വന്തം അമ്മയുടെ അടുത്ത് വേലക്കാരിയെ ജീവിച്ചിട്ട് പപ്പയുടെ അടുത്ത് വന്ന് രാജകുമാരിയായി എൻ്റെ ചേച്ചി. അല്ല ചേച്ചി? രേവതിക്കുട്ടി ചോദിച്ചു. അപ്പോൾ അലീന പറഞ്ഞു, അമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ മോളെ ഞാൻ സ്വന്തം മകളാണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? നിനക്കെൻ്റെ പപ്പയെ ഇഷ്ടപ്പെട്ട മോളെ? ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം കണ്ടതല്ലേ ഉള്ളൂ. ആൾ നല്ല ഗൗരവമാണല്ലേ. ഇവിടെ എന്തുമാത്രം പട്ടികളാ, അതും എത്ര ഇനങ്ങളാ. ഞാൻ ആദ്യമൊന്ന് പേടിച്ചു, പിന്നെ ചേച്ചി ഉള്ളത് കൊണ്ടാണ് ധൈര്യത്തോടെ ഇറങ്ങിയത്. ഗ്രേസ് ആൻറ്റി, ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ അലീന ചേച്ചിക്ക് പട്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഒരു പട്ടികളും അലീന ചേച്ചിയെ ഒന്നും ചെയ്യില്ല. ആദ്യമായിട്ട് കാണുന്ന പട്ടിയാണെ പോലും ചേച്ചിയെ മുൻപേ കണ്ട് പരിചയമുള്ളതുപോലെ വാലാട്ടിക്കൊണ്ട് വരും. ചേച്ചിക്ക് അങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ അനാഥാലയത്തിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ പട്ടികൾ എന്നും ചേച്ചിയെ കാണുവാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാനും റീത്താമ്മയും പറയുമായിരുന്നു, ഇതെന്ത് അതിശയമാണ് ചേച്ചിയോട് പട്ടികൾക്ക് ഇത്ര കാര്യമെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ എവിടുന്നാണ് ആ ഒരു ഇഷ്ടം കിട്ടിയതെന്ന്. ഷെറിൻ്റെ പപ്പ ഇവിടെയുണ്ടോ മോളെ? ഗ്രേസമ്മ ചോദിച്ചു. ഉണ്ട് ആൻറ്റി, ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കിടന്നുറങ്ങിയതാ. ഇപ്പോൾ എഴുന്നേൽക്കാൻ സമയമായി. അലീന അത് പറഞ്ഞു കഴിഞ്ഞതും അവതക്കുട്ടിയുടെ വിളി കേട്ടു. മോളെ അലീന. വല്യപ്പച്ചൻ ഉറക്ക തെളിഞ്ഞു. വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് അലീന അവരെയും കൂട്ടി അവതക്കുട്ടിയുടെ റൂമിനടുത്തേക്ക് ചെന്നു. വല്യപ്പച്ച, വിരുന്നുകാരുണ്ട്. അവതക്കുട്ടി ആദ്യം കണ്ടത് രേവതിക്കുട്ടിയാണ്. ഒട്ടും പരിചയമില്ലാത്ത മുഖം. ചിലപ്പോൾ പാലായിൽ നിന്നും ബാലചന്ദ്രൻ്റെ മകളായിരിക്കും. പിന്നീടാണ് മാമച്ചനെയും ഗ്രേസമ്മയും കണ്ടത്. ഇവർ ഞാൻ എവിടെയോ വെച്ച് കണ്ടതുപോലുണ്ടല്ലോ. നല്ല പരിചയം. ആരായിരുന്നു? ഗ്രേസമ്മയ്ക്കും മാമച്ചനുമാണെങ്കിൽ അവതക്കുട്ടിയുടെ മുഖത്ത് നോക്കാൻ മടിയുണ്ടായിരുന്നു. അവരുടെ മകളുടെ ജീവിതം ഇങ്ങനെയാവാൻ ഞങ്ങളുടെ മകന് പങ്കുണ്ടല്ലോ എന്നതായിരുന്നു അവരുടെ വിഷമം. അവതക്കുട്ടി ഇവരാരാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കെ അലീന ചോദിച്ചു, വല്യപ്പച്ചന് മനസ്സിലായോ ഇവരാരാണെന്ന്? മോളെ, ഞാനും അതാണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. എനിക്കിവർ നല്ല പരിചയമുണ്ട്, പക്ഷേ ആരാണെന്ന് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ മാമച്ചൻ മുമ്പിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു, ഞാൻ മാമച്ചൻ. എറണാകുളത്ത് പാലാരിവട്ടത്താണ് എൻ്റെ വീട്. നിങ്ങളുടെ ഇളയ മകളെ എൻ്റെ മകന് വേണ്ടി കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അവതക്കുട്ടിക്ക് അപ്പോൾ അവരെ മനസ്സിലായി, പക്ഷെ അറിയാത്തതുപോലെ ഭാവിച്ചു. എൻ്റെ മോൾക്ക് ഒരുപാട് കല്യാണാലോചനകൾ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും ഞാൻ ഓർത്തിരിക്കുന്നില്ല. അവസാനം മൂവാറ്റുപുഴക്കാരൻ ടോണി എന്ന് പേരുള്ള ഒരുത്തനാ അവളെ കെട്ടിയത്. അലീന വല്യപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. കള്ളത്തരമാണ് വല്യപ്പച്ചൻ ചെയ്യുന്നത്. ആളെ മനസ്സിലായിട്ടും അറിയാത്തതുപോലെ ഭാവിക്കുന്നു. പിടികൊടുക്കില്ല എന്ന് വല്യപ്പച്ചൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ മാമച്ചൻ പറഞ്ഞു, എൻ്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെയാണ് കല്യാണം ആലോചിച്ചത്. അവതക്കുട്ടി വീണ്ടും പിടികൊടുക്കാതിരിക്കാൻ പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ ശരിയായിരിക്കും. പ്രായം ഒരുപാടായില്ലേ. ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് മറവി കൂടുതലാണ്. പിന്നെ എറണാകുളത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? അലീന അവതക്കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. വല്യപ്പച്ചൻ നന്നായിട്ട് അഭിനയിക്കുകയാണല്ലോ. അവതക്കുട്ടി അലീനയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ കള്ളത്തരമാണ് പറയുന്നത് എന്ന് അലീന തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവതക്കുട്ടിക്കും അത് മനസ്സിലായി. മോളെ അലീന, നീ ഇവർക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടുത്തോ? ഇവിടെ ഇങ്ങനെ നിർത്തുവാണോ? പെട്ടെന്ന് ചെല്ല്. അവതക്കുട്ടി അവിടെ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി പറഞ്ഞു. അലീന അവരെയും കൂട്ടി ഊണുമുറിയിലേക്ക് പോയി. എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തു. സാധാരണ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവതക്കുട്ടിയും ഊണുമുറിയിൽ വന്നാണ് ചായ കുടിക്കാറ് പതിവ്. എന്നാൽ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും അടുത്തേക്ക് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവതക്കുട്ടി മാറി നിന്നു. അത് മനസ്സിലാക്കി അലീന ചായയും എടുത്ത് അവതക്കുട്ടിയുടെ അടുത്തേക്ക് പോയി. അവതക്കുട്ടിക്ക് ചായ കൊടുത്ത് തിരിച്ചു വന്ന അലീനയോട് ഗ്രേസമ്മ ചോദിച്ചു, മോളെ, ഷെറിനെ കണ്ടില്ലല്ലോ, ഇങ്ങോട്ടൊന്നും വരാറില്ലേ? വരാറുണ്ട് ആൻറ്റി, പക്ഷേ ഇപ്പോൾ ഉറങ്ങുകയാണ്. വൈകുന്നേരമായാൽ ഞാൻ റാണി ആൻറ്റിയും കൂട്ടി മുറ്റത്തും പറമ്പിലും ഒക്കെ പോകാറുണ്ട്. റബ്ബർ തോട്ടത്തിൽ കൂടെ ഞങ്ങൾ ഒരുപാട് നേരം നടക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ അവളുടെ അസുഖം? കുറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല ആൻറ്റി, ചെറിയൊരു മാറ്റം. തറവാട് വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഒരു മുറിയിൽ. ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ആൻറ്റിയിൽ ചെറിയ മാറ്റമുണ്ട്. ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നെ വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ എന്തും അനുസരിക്കും. ചായ കുടി കഴിഞ്ഞ് അലീന ഗ്രേസമ്മയും മാമച്ചനെയും രേവതിക്കുട്ടിയും കൂട്ടി അവളുടെ മുറിയിലേക്ക് ചെന്നു. എൻ്റെ മുറിയിലാണ് റാണി ആൻറ്റി കിടക്കാറ്. ഞങ്ങളെ കണ്ടാൽ ഷെറിൻ തിരിച്ചറിയുമോ മോളെ? തിരിച്ചറിയും ആൻറ്റി. ഉറക്കമുണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ റാണി ആൻറ്റി കുറേ നേരത്തേക്ക് നോർമലാണ്. മുറിക്കടുത്തെത്തിയപ്പോൾ അലീനയും രേവതിക്കുട്ടിയും മുറിക്കകത്തേക്ക് ആദ്യം കടന്നു. അപ്പോൾ ഷെറിൻ രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഒട്ടും പരിചയമില്ല.
അതുകൊണ്ട് ഒന്നും മിണ്ടാതെ മുഖത്തേക്ക് തന്നെ നോക്കി. പിന്നാലെ ഗ്രേസമ്മയും മാമച്ചനും അകത്തേക്ക് കിടന്നപ്പോൾ ഷെറിൻ്റെ ഇടനെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. ജിജോമോൻ്റെ പപ്പയും മമ്മിയും. അവളുടെ മനസ്സിൽ ഭൂതകാലത്തിൻ്റെ ഒരു ചെറിയ ഘട്ടം അനേകായിരം സ്ഫടിക കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. എറണാകുളം പാലാരിവട്ടത്ത് തമ്മനം റെയിൽവേ ഗേറ്റിനപ്പുറം മുല്ലക്കാന വില്ല എന്ന് ഗേറ്റിൽ എഴുതി വെച്ച വീട്. വീടിന് മുൻപിൽ ബൈക്കിൽ ചാരി മാറത്ത് കൈകെട്ടി സുസ്മേരവദനായി കാത്തു നിൽക്കുന്ന യുവാവ്. ഡോർബെല്ലിൽ തുടരെ തുടരെ പ്രസ് ചെയ്തിട്ട് ചുമരോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന താൻ. മമ്മി വന്ന് തൻ്റെ ചെവിക്ക് പിടികൂടി അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നിൽ ജിജോമാൻ്റെ പൊട്ടിച്ചിരി. മമ്മി നിർബന്ധിച്ചിട്ട് ചായയോ കാപ്പിയോ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ജിജോമാൻ്റെ പപ്പയുടെ ഗൗരവത്തിലുള്ള തമാശ. ഇവിടെ മരുമോളായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ 2 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഊണുമേശയിൽ മമ്മി ഒരുക്കിത്തരാറുള്ള വിശിഷ്ടമായ ആഹാരങ്ങൾ, ജിജോമാൻ്റെ കുസൃതിത്തരങ്ങളും ഊണുമേശയിലെ വഴക്കും തമാശയും ചിരിനുറുങ്ങും. അവധിക്ക് പുനലൂർക്ക് പോകുമ്പോൾ അണച്ചുപിടിച്ച് മമ്മി നെറ്റിയിൽ ചാർത്താറുള്ള സ്നേഹചുംബനം. അനേകം ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്ഫടികച്ചില്ലുകൾ അവളുടെ ഓർമ്മയിലേക്ക് കുത്തിത്തുളച്ച് കയറി. അവിടെ നിന്ന് രക്തവും വേദനയും വാർന്നു. 2 വലിയ നീർത്തുള്ളികൾ മിഴികളിൽ രൂപപ്പെട്ട് കൺമുന്നിലെ കാഴ്ച മങ്ങി. ഗ്രേസമ്മ ബെഡിനടുത്തേക്ക് ചെന്നപ്പോഴേക്കും ഷെറിൻ്റെ കവിളിൽ 2 ചാലുകൾ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റു. ഗ്രേസമ്മ കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് കിടക്കയിൽ വെച്ചു. എന്നിട്ട് ഷെറിൻ്റെ തോളത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. തൻ്റെ മകനെ സ്നേഹിക്കുകയും അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്ത പെണ്ണാണിത്. മോളെ ഷെറിൻ. ഗ്രേസമ്മ പതിയെ ആ പേരുച്ചരിച്ചു. ഷെറിനൊന്ന് തേങ്ങി. മോളെ. ഗ്രേസമ്മ അവളെ അണച്ചു പിടിച്ച് തലോടി. അവളുടെ കണ്ണുനീർ വീണ് ഗ്രേസമ്മയുടെ ചുമൽ നനഞ്ഞു. ഒരു പക്ഷി പിടുന്നത് പോലെ അവളുടെ ഹൃദയമെടുപ്പ് അവർക്ക് തിരിച്ചറിയാമായിരുന്നു. ഒരമ്മയുടെ അരികത്തണഞ്ഞ കുഞ്ഞിനെ പോലെ ഷെറിൻ അവരുടെ ആശ്ലേഷത്തിൽ ഒതുങ്ങി നിന്നു. അലീന നിറമിഴികളോടെ മാമച്ചനെ നോക്കി. മാമച്ചൻ കണ്ണിമയ്ക്കാതെ ആ പുനഃസമാഗമം നോക്കി വികാരാധീനനായി നിൽക്കുകയാണ്. വാതിൽക്കൽ കാലൊച്ച കേട്ട് അലീന തിരിഞ്ഞു നോക്കുമ്പോൾ വാതിലിനപ്പുറം പപ്പ അത്ഭുതസ്തബ്ധനായി നിൽക്കുന്നത് അവൾ കണ്ടു. പപ്പയുടെ പിന്നിൽ വല്യപ്പച്ചനും. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.